നാഷണൽ ഹൈവേയുടെ പണിക്ക് വന്ന ബംഗാളി എന്തോ ടോയ് കാർ വെച്ച് കളിക്കുന്നത് പോലെയാണ് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ അങ്ങനെയല്ല, സംഭവം വേറെ ലെവലാണ്. കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ്. അത് ഇരുമ്പ് റോപ്പ് വെച്ച് ഈ അലുവ കട്ട് ചെയ്യുന്ന പോലെയാണ് കോൺക്രീറ്റൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളെ ജോയ്സ്റ്റിക്ക് പോലുള്ള ഒരു ചെറിയ ഇത് വെച്ചിട്ടാണ്. റിമോട്ട് കൺട്രോളിലാണ് ഇതിൻ്റെ ഓപ്പറേഷൻ. പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു റോബോട്ട് വല്ലതും ആണോ എന്ന് തോന്നിപ്പോവും. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെഷീനാണ്. പക്ഷേ അത് വെച്ചിട്ട് നാഷണൽ ഹൈവേയുടെ നടുക്കുള്ള മീഡിയൻ കട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്റ്റീൽ റോപ്പാണ് ഈ മെഷീനിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അത് ഈ ഡിവൈഡറിൻ്റെ അടിയിൽ കൂടെ കൊരുത്ത് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ റോപ്പ് ഇതിലൂടെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇത് കട്ടിങ് ആവുന്നത്. മെഷീൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റോപ്പ് അതനുസരിച്ച് റൊട്ടേറ്റ് ആയിക്കൊണ്ട് ഈ കോൺക്രീറ്റ് വളരെ പെട്ടെന്നാണ്, ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത്രയും വലിയൊരു കോൺക്രീറ്റ് ബീം നല്ല ഒന്നാന്തരമായിട്ട് കട്ട് ചെയ്ത് മാറുകയാണ്. ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര പൊടിയാണ്. അപ്പോൾ പൊടി വരാതിരിക്കാൻ വേണ്ടി ഓസ് കൊണ്ട് വെള്ളം അതിൻ്റെ ആ കട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോൺക്രീറ്റ് കട്ട് ചെയ്യുമ്പോൾ അതിനുള്ള കമ്പി ഉൾപ്പെടെയാണ് ഇത് കട്ട് ചെയ്ത് വരുന്നത്. വളരെ സിമ്പിളായിട്ടാണ്, ഒരു തടസ്സവും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ടാണ് ഇത് കട്ടായി വരുന്നത്. വയർ സോ കട്ടിങ് എന്നാണ് ഈ മെത്തേഡിന് പറയുന്നത്. അപ്പോൾ ഈ വയർ കൊണ്ടുള്ള കട്ടിങ് ആയതുകൊണ്ടായിരിക്കും വയർ സോ കട്ടിങ് എന്നാണ് പറയുന്നത്. അതുപോലെ കട്ട് ചെയ്യാനായിട്ട് ഈ യൂസ് ചെയ്യുന്ന റാഡിൻ്റെ പേര് ഡയമണ്ട് റോഡ് എന്നാണ് പറയുന്നത്. കല്ലുംതാഴം ഭാഗത്താണ് ഇങ്ങനൊരു വർക്ക് നടക്കുന്നത്. അത് 6 വരിപ്പാതയുടെ നടുക്ക് സ്ഥാപിച്ചിരുന്ന മീഡിയൻ കട്ട് ചെയ്യുകയാണ്. കല്ലുംതാഴത്ത് 6 വരിപ്പാതയുടെ ഒരു ഭാഗം തുറന്നു കൊടുക്കാൻ ഏകദേശം ഉടനെ തന്നെ തുറന്നു കൊടുക്കും. അതിന് മുന്നോടിയായിട്ട് മറു സൈഡിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി താൽക്കാലികമായിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്.